ഇംഗ്ലണ്ട്. ഈ പേര് കേട്ടാൽ ഫുട്ബോളിൽ ഏത് വമ്പന്മാരും ഒന്ന് വിറയ്ക്കും. എന്നാൽ ഇവരെയൊക്കെ തോൽപ്പിച്ചുകൊണ്ടാണ് ഏഷ്യയിൽ നിന്നുള്ള ഒരു കുഞ്ഞു രാജ്യം 2026 വേൾഡ് കപ്പ് കളിക്കാൻ വന്നിരിക്കുന്നത്. നമ്മൾ സംസാരിക്കുന്നത് ജപ്പാനെ കുറിച്ചാണ്. ഫുട്ബോളിൽ ഒരു കാലത്ത് ഒന്നുമല്ലാതിരുന്ന ഇവർ എങ്ങനെയാണ് ഈ വമ്പന്മാരെയൊക്കെ സാമുറായികളെ പോലെ കീഴ്പ്പെടുത്തിയത്? നമുക്ക് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ 30 വർഷം പുറകോട്ട് പോകണം. 1990കളിൽ പോലും ജപ്പാനിൽ ഫുട്ബോളിന് വലിയ വിലയൊന്നുമില്ലായിരുന്നു. ബേസ്ബോളും സുമോ ഗുസ്തിയുമൊക്കെ ആയിരുന്നു അവിടുത്തെ മെയിൻ വിനോദം. അന്ന് ജപ്പാനിൽ ഉണ്ടായിരുന്നത് കമ്പനികളുടെ ടീമുകളായിരുന്നു. അതായത് ഓഫീസിലും ഫാക്ടറിയിലും പണിയെടുക്കുന്ന സാധാരണ തൊഴിലാളികൾ വൈകുന്നേരം വന്ന് കളിക്കുന്ന ഒരു ലോക്കൽ ടൂർണമെൻറ്റ്. ലളിതമായി പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ ടാറ്റയും റിലയൻസും മഹീന്ദ്രയും ഒക്കെ നേരിട്ട് നടത്തുന്ന ഒരു ലോക്കൽ ടൂർണമെൻറ്റ് പോലെ. കാശിൻ്റെ കൊഴുപ്പുള്ള വലിയ വണ്ടി കമ്പനികളും ഇലക്ട്രോണിക്സ് ഭീമന്മാരുമായിരുന്നു അവിടുത്തെ ക്ലബ് ഉടമസ്ഥർ. ഇതുകൊണ്ടൊക്കെ തന്നെ 1990 വേൾഡ് കപ്പിന് ജപ്പാന് യോഗ്യത നേടാൻ സാധിച്ചിരുന്നില്ല. ജപ്പാൻ ഫുട്ബോൾ അസോസിയേഷൻ ഒരു കാര്യം തീരുമാനിക്കുന്നത്, ഈ കളി ഇങ്ങനെ പോയാൽ ശരിയാവില്ല, നമുക്ക് സിസ്റ്റം മൊത്തമായിട്ട് അങ്ങ് മാറ്റാം. അവിടെയാണ് ഈ കഥയിലെ യഥാർത്ഥ ഹീറോ പ്രത്യക്ഷപ്പെടുന്നത്, സാബൂറോ കവാബൂച്ചി. ജപ്പാൻ ഫുട്ബോളിൻ്റെ ഗോഡ് ഫാദർ എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. കവാബൂച്ചിയും അദ്ദേഹത്തിൻ്റെ കൂട്ടാളി കെൻജി മോറിയും ചേർന്ന് വമ്പൻ കോർപ്പറേറ്റുകളോട് ഒരു കളി കളിച്ചു. 1993 അവർ ജെ ലീഗ് എന്ന പ്രൊഫഷണൽ ലീഗിന് ആരംഭം കുറിച്ചു. ലീഗ് തുടങ്ങിയപ്പോൾ കവാബൂച്ചിക്ക് 2 മെയിൻ കണ്ടീഷൻസ് ആണ് ഉണ്ടായിരുന്നത്. നിങ്ങളുടെ കമ്പനിയുടെ പേര് ടീമിന് വേണമെങ്കിൽ ഈ ലീഗ് കളിക്കാൻ വരേണ്ട. ടീമുകൾക്ക് ലോക്കൽ ടൗണുകളുടെ പേര് മാത്രമേ നൽകാൻ പാടുള്ളൂ. അങ്ങനെയാണ് നിസാൻ മോട്ടോർ FC മാറി ഇന്നത്തെ യൊക്കോഹാമ മറീനോസും, മിത്സുബിഷി മോട്ടോഴ്സ് മാറി ഉറാവ റെഡ് ഡയമണ്ട്സുമായത്. പേര് മാറ്റാൻ പറഞ്ഞപ്പോൾ തന്നെ കമ്പനികൾ ഞെട്ടി. പക്ഷേ കവാബൂച്ചി അവിടെ നിർത്തിയില്ല, അദ്ദേഹം അടുത്ത പണി കൊടുത്തു, അക്കാദമി റൂൾ. ജെ ലീഗിൽ കളിക്കണമെങ്കിൽ വമ്പൻ താരങ്ങൾ മാത്രം പോരാ, 12 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളെ ഫ്രീ ആയി വളർത്തിയെടുക്കുന്ന സ്വന്തം യൂത്ത് അക്കാദമികൾ ഓരോ ക്ലബിനും നിർബന്ധമാക്കി. കോടികൾ മുടക്കാൻ തയ്യാറായുള്ള ഏത് വലിയ കമ്പനിയാണെങ്കിലും ശരി, സ്വന്തമായി അക്കാദമിയും ഗ്രാസ് റൂട്ട് സിസ്റ്റവും ഇല്ലെങ്കിൽ പ്രൊഫഷണൽ ലൈസൻസ് റദ്ദാക്കുമെന്നായിരുന്നു കവാബൂച്ചിയുടെ ഭീഷണി. ടീമുകളുടെ പേര് മാറ്റുക മാത്രമല്ല അവർ ചെയ്തത്. ഈ കവാബൂച്ചിയുടെ നേതൃത്വത്തിൽ ജപ്പാൻ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഒരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കി. അതാണ് 100 ഇയർ വിഷൻ. സാധാരണ ഫുട്ബോൾ ക്ലബ്ബുകൾ അടുത്ത 4 വർഷത്തെ വേൾഡ് കപ്പ് ലക്ഷ്യം വെച്ച് പ്ലാൻ ചെയ്യുമ്പോൾ ജപ്പാൻ ചിന്തിച്ചത് വരും നൂറ്റാണ്ടുകളെക്കുറിച്ചാണ്. 2005 ജപ്പാൻ ഫുട്ബോൾ അസോസിയേഷൻ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി. കൃത്യം 2050 ആകുമ്പോഴേക്കും ജപ്പാൻ ഫുട്ബോൾ വേൾഡ് കപ്പ് സ്വന്തമാക്കിയിരിക്കും. ഒരു വേൾഡ് കപ്പ് ജയിക്കണമെങ്കിൽ ലോകോത്തര കളിക്കാർ വേണം. അതിനായി അവരുണ്ടാക്കിയതാണ് ഡബിൾ പിരമിഡ് എന്ന സിസ്റ്റം. യൂറോപ്പിലൊക്കെ 12 വയസ്സിനുള്ളിൽ ഏതെങ്കിലും വലിയ ക്ലബിൻ്റെ അക്കാദമിയിൽ കയറിയില്ലെങ്കിൽ പിന്നെ ഒരു രക്ഷയില്ല. എന്നാൽ ജപ്പാൻ സ്കൂളുകൾക്കും യൂണിവേഴ്സിറ്റികൾക്കും വലിയ പ്രാധാന്യം നൽകി. ഇതിനൊരു ഉദാഹരണമാണ് ഇന്നത്തെ പ്രീമിയർ ലീഗ് താരം കൗരു മിറ്റോമ. 18-ാം വയസ്സിൽ പ്രൊഫഷണൽ ക്ലബ്ബിൽ കളിക്കാൻ അവസരം വന്നിട്ടും തനിക്ക് ശാരീരികമായി കൂടുതൽ മെച്ചപ്പെടണമെന്ന് പറഞ്ഞ മിറ്റോമ നേരെ യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കുകയാണ് ചെയ്തത്. അവിടെ വെച്ച് ഗോപ്രോ ക്യാമറകൾ ഉപയോഗിച്ച് എങ്ങനെ ഡിഫൻഡർമാരെ ഡ്രിബിൾ ചെയ്ത് വെട്ടിക്കാം എന്നതിനെക്കുറിച്ച് അദ്ദേഹം ഒരു തീസിസ് തന്നെ എഴുതി തയ്യാറാക്കി. നാട്ടിലെ കളി മാത്രം പോരാ, ലോകത്തെ ഏറ്റവും കടുത്ത മത്സരങ്ങൾ കളിച്ച് തന്നെ ജപ്പാൻ കളിക്കാർ വളരണമെന്നാണ് അസോസിയേഷന് നിർബന്ധമുണ്ടായിരുന്നു. ജപ്പാൻ തങ്ങളുടെ യുവതാരങ്ങളെ വളരെ കുറഞ്ഞ തുകയ്ക്ക് യൂറോപ്യൻ ക്ലബ്ബുകളിലേക്ക് വിട്ടുകൊടുത്തു. കാശിനേക്കാൾ പ്രാധാന്യം അവരുടെ വളർച്ചയാണെന്ന് ജപ്പാൻ തിരിച്ചറിഞ്ഞു. അതിൻ്റെ ഫലം എന്താണെന്ന് വെച്ചാൽ 1998 ജപ്പാൻ ആദ്യമായി വേൾഡ് കപ്പ് കളിക്കുമ്പോൾ ടീമിലെ ഒരൊറ്റ കളിക്കാരൻ പോലും വിദേശത്ത് കളിക്കുന്നവരായിരുന്നില്ല. എന്നാൽ ഇന്ന് ജപ്പാൻ്റെ ഭൂരിഭാഗം പേരും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലും ജർമ്മൻ ബുണ്ടസ് ലീഗയിലും സ്പാനിഷ് ലാ ലീഗയിലുമൊക്കെ സ്ഥിരമായി ബൂട്ടുകിട്ടുന്ന ലോകോത്തര താരങ്ങളാണ്. ഇനി ജപ്പാൻ ഏതെങ്കിലും വമ്പൻ ടീമുകളെ തോൽപ്പിക്കുമ്പോൾ അതൊരു അട്ടിമറിയാണെന്ന് പറഞ്ഞ് ആരും തള്ളിക്കളയല്ലേ. കാരണം ടോക്കിയോയിലെ ജപ്പാൻ ഫുട്ബോൾ അസോസിയേഷൻ ഓഫീസിലിരിക്കുന്നവർക്ക് അതൊരു അട്ടിമറിയല്ല. 2005 അവർ എഴുതി വെച്ച പ്ലാനിലെ ഒരു ചെറിയ ടിക്ക് മാർക്ക് മാത്രമാണ്. നമ്മുടെ തൊട്ടടുത്തുള്ള ജപ്പാന് ഇത് സാധിച്ചെടുക്കാമെങ്കിൽ ശരിയായ പ്ലാനിങ്ങും സബൂറോ കവാബൂച്ചിയെ പോലുള്ള ദീർഘവീക്ഷണമുള്ള അധികാരികളും ഉണ്ടെങ്കിൽ ഭാവിയിൽ നമ്മുടെ ഇന്ത്യക്കും ഇത് സാധിക്കാവുന്നതേ ഉള്ളൂ.